വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണിന്ന്. ഇന്ന് നമ്മളെ പ്രത്യേകമാവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ ചില ബോധ്യങ്ങൾ ആഴപ്പെടുത്തി നമുക്ക് നൽകാൻ പോവുകയാണ്. നമുക്ക് പ്രത്യാശ നൽകുന്ന, നമ്മുടെ ഏകാന്തതയെ അകറ്റി നമുക്ക് ദൈവ സാന്നിധ്യം നൽകുന്ന ഒരു വചന ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനിട്ട് പോകുന്നത്. ആയതിനാൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും എല്ലാം അതിനുവേണ്ടി ഒരുക്കാം. നമുക്ക് ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ആഗ്രഹിച്ച് ദാഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന ചിന്ത, നമ്മൾ ജീവിക്കുന്ന ഒരു സക്രാരിയാണ് എന്നുള്ളതാണ്. ജീവിക്കുന്ന ഒരു സക്രാരിയാണ് നാം. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്ത്, യേശുവിന് മുൻപുള്ള കാലഘട്ടത്ത് പിതാവാം ദൈവം തൻ്റെ ദൗത്യങ്ങൾ, തൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്, ദൈവജനത്തെ നയിച്ചുകൊണ്ടിരുന്നത് പ്രവാചകന്മാർ വഴിയും ആ കാലഘട്ടത്ത് പല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ വഴിയുമാണ്. അവരെയൊക്കെ സ്വാഭാവികമായ ജീവിതത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുകയും അതിസ്വാഭാവികമായ ഒരു ശക്തി അവരെ മേൽ അയച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു പോന്നിരുന്നു. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റേതായ ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ, ആ കാലഘട്ടങ്ങളിലൊക്കെയും ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തികളെ തൻ്റെ ആത്മാവിനാൽ, ദൈവം തൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തുന്നു. പഴയ നിയമ കാലഘട്ടത്ത് ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ മേലാണ് അയച്ചിരുന്നത്. ഫിസിക്കലായിട്ട് അവരെ ശക്തിപ്പെടുത്തിയിരുന്നു, അവരെ ബലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത്, ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, സാംസന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, ഗിദെയോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ അയച്ച് അവരെ ശക്തിപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി, ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവം തൻ്റേതായ പ്രവർത്തികൾക്ക് വേണ്ടി അവരെ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, അവരുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ്
അവരിലൂടെയുള്ള ആ ദൗത്യങ്ങൾ ചെയ്തതിന് ശേഷം ആ പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോയിരുന്നു, അല്ലെങ്കിൽ ദൈവം തിരിച്ചെടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എസെക്കിയേൽ പുസ്തകം 36 അധ്യായം 26 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം അവർക്ക് നൽകും. അതിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിക്ഷേപിക്കും എന്ന്. അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശിലാഹൃദയം, കല്ല് പോലുള്ള ഹൃദയം, അഥവാ പാപം കൊണ്ട് നിറഞ്ഞ പാപപങ്കിലമായ ഹൃദയത്തെ അവിടുന്ന് എടുത്തു മാറ്റി മാംസല ഹൃദയം പോലുള്ള ഒരു ഹൃദയം നമുക്ക് നൽകുകയാണ്. എന്നിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം അവരുടെ ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു. അവരുടെ എല്ലാവരുടെയും മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ ഇത് അവരുടെ ശിരസിൽ തീനാളങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ വ്യക്തമായി അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. അവര് അകത്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ മാറ്റപ്പെട്ടു. അതിൻ്റെ ബാഹ്യമായ ഒരു അടയാളമാണ് അവരുടെ ശിരസിൻ്റെ മേൽ തീനാളങ്ങൾ. അകത്താത്മാവ് വന്നു എന്നതിൻ്റെ ബാഹ്യമായ അടയാളം തലയ്ക്ക് മുകളിലുണ്ടായി, തീനാളങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, പുതിയ നിയമവിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് വർഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിച്ചു കളയും, എന്തെന്നാൽ ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇപ്പോൾ ഓരോ വ്യക്തികളും, ഓരോ വിശ്വാസിയും, ഓരോ ക്രിസ്ത്യാനികളും ഉറപ്പോടെ ബോധ്യപ്പെടേണ്ട, വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ ഉള്ളിൽ ദൈവം ആത്മാവായി വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ്, അതായത് പരിശുദ്ധമായ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇപ്പോൾ ഓരോ ദൈവ പൈതലും, ഓരോ ക്രിസ്ത്യാനികളും, മാമോദീസ സ്വീകരിച്ച ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട, ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? അതാണ് മാമോദീസ സ്വീകരിച്ചപ്പോൾ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ നൽകുന്നു നിനക്ക് എന്ന് പറഞ്ഞു മാമോദീസ നൽകിയപ്പോൾ, തൈല അഭിഷേകം നടത്തിയപ്പോൾ, ഈ പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവൻ നമ്മുടെ അകത്ത് ഇന്ന് വസിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തിൻ്റെ ഒരു ഭവനമാണ്, ആലയമാണ്. ആലയം, ദൈവ ആലയം, ദൈവം വസിക്കുന്ന ആലയം, ദേവാലയം. അപ്പോൾ ഇത് ഇന്ന് പുതിയ നിയമത്തിൽ ഞാനാ ദേവാലയം. പുതിയ നിയമത്തിൽ ഞാനാണ് ദേവാലയം. 2 കൊരിന്ത്യർ 6:16 എന്താ പറയുന്നത്? അവിടെ പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്ത്, പഴയ നിയമത്തിൽ ദൈവം ആണ്ടിലൊരിക്കൽ മനുഷ്യനുണ്ടാക്കുന്ന കൂടാരത്തിൽ വരുമായിരുന്നു. മനുഷ്യനുണ്ടാക്കുന്ന ദേവാലയത്തിൽ അല്ലെങ്കിൽ കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ ദൈവം അതിവിശുദ്ധ സ്ഥലത്ത് മഹത്വത്തോടെ വരുമായിരുന്നു, മഹത്വത്തോടെ. എന്നാൽ പുതിയ നിയമത്തിൽ പ്രിയമുള്ളവരെ, ദൈവം എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തക്ക വിധം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇത് വലിയൊരു കാര്യമാണ്. അഖിലേണ്ടത്തിൻ്റെ ഉടയവൻ, സർവശക്തൻ, എൽ സദായ്, ഓൾമൈറ്റി ഗോഡ്, അവൻ ആത്മാവായി, അരൂപിയായി, ആത്മാവായി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നു. നമ്മുടെ ആത്മാവിൽ അവൻ ആത്മാവായി വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ ജീവിക്കുന്ന സക്രാരി. പണ്ട് ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു. എൻ്റെ നവീകരണ കാലഘട്ടത്ത്, ആദ്യ കാലഘട്ടത്ത് എന്നെ ഒത്തിരി രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു അച്ഛനാണ് മോശന്നൂർ പീറ്റർ ഊരാളി അച്ഛൻ. കോട്ടയത്തെ മോശന്നൂരായിരുന്നു. ഈ ഊരാളി അച്ഛൻ പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറയുകയാണ്, നിങ്ങൾ ചലിക്കുന്ന ഒരു സക്രാരിയാണ്. നിങ്ങൾ ചലിക്കുന്ന ഒരു സക്രാരിയാണ്. നിങ്ങൾ നടക്കുന്ന ഒരു സക്രാരിയാണ്. എഴുന്നേൽക്കുന്ന, ഇരിക്കുന്ന, സംസാരിക്കുന്ന, ജീവനുള്ള, ചലിക്കുന്ന ഒരു സക്രാരിയാണ് നിങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പള്ളിയിലിരിക്കുന്ന സക്രാരിക്ക് ജീവനില്ല. കൊല്ലൻ്റെ ആലയത്തിൽ ആശാരിപ്പണിക്കാരൻ പണിതതാണ് പള്ളിയിലിരിക്കുന്ന സക്രാരി. എന്നാൽ നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ജീവനുള്ള സക്രാരിയ. ഈ സക്രാരിക്കകത്ത് ദൈവം അധിവസിക്കുന്നു. നമ്മുടെ അകത്ത് അവൻ ആത്മാവായി വസിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നിരാശകൾ വിട്ടുപോകും, ദുഃഖങ്ങൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് ഒരാത്മമണ്ഡലത്തിൽ യാത്ര ചെയ്യുവാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അസൂയപ്പെടരുത് എന്ന് പറയുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ഈ ആത്മാവിനെ നോക്കിക്കൊണ്ട് അസൂയോടെ നോക്കുന്നു, വീക്ഷിക്കുന്നു എന്ന്. അതെന്താ? നമ്മോട് ഇഷ്ടം തോന്നിയപ്പോൾ, എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയുക കേട്ടോ, അറിയാവുന്ന ഭാഷയിൽ നമ്മോട് ഇഷ്ടം തോന്നിയപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ ആധിക്യത്താൽ ദൈവം എന്നാ ചെയ്തു?
ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്തോട്ട് അങ്ങ് നൽകി. നമ്മുടെ അകത്ത് നൽകി, നമ്മളിൽ നിക്ഷേപിച്ചു, നമുക്ക് നൽകി. തൻ്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ ഒരാളുടെ ഹൃദയം പറിച്ച് കൊടുക്കുന്ന പോലെയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു. എന്നിട്ട് പിന്നീട് മാറുന്നു നമ്മളെ നോക്കുമ്പോൾ ഒരു അസൂയയോടെ, നെഗറ്റീവായ ഒരു അസൂയല്ല, നമ്മളെ നോക്കുമ്പോൾ അഭിമാനത്തോടെ ദൈവം നോക്ക്. കണ്ടോ, എൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന തോമസ് കുര്യൻ, എൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ സഹോദരി, ആ മകൻ, ആ മകള്, എൻ്റെ ആത്മാവാണ് എൻ്റെ അകത്തുള്ളത് എന്നുള്ള ആ കാഴ്ചപ്പാടോടെ നമ്മളെ വീക്ഷിക്കുന്ന, നോക്കുന്ന, അസൂയപ്പെടുന്ന നമ്മുടെ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസലോ, നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ ദൈവം നിക്ഷേപിച്ചത് ഭൂമിയിൽ വസിക്കുന്ന പാവപ്പെട്ട നമ്മുടെ ഉള്ളിലാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു 25 കിലോ സ്വർണം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത വീട്ടിലെ പാവപ്പെട്ട എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമോ? ചെറ്റക്കുടിലിൽ കഴിയുന്ന, ചോർന്നൊലിച്ച് വഴുകുന്ന, നല്ല അടച്ചുകെട്ടില്ലാത്ത പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഒരു 50 കിലോ സ്വർണ്ണമുണ്ട് കൊടുത്തിട്ട്, ഇത് സൂക്ഷിച്ചോണം കേട്ടോ, നിന്നെ ഞാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമോ? 1 പവൻ്റെ സ്വർണ്ണം തന്നെ നമ്മൾ കൊടുക്കുകയില്ല, 1 പവൻ സ്വർണം തന്നെ കൊടുക്കുകയില്ല. പ്രൈസലോ. അങ്ങനെ ഇരിക്കെ ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ എവിടെയാ? ഭൂമിയിലെ പാവപ്പെട്ട നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. നമ്മളെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. ദൈവം അത്രമാത്രം നമ്മളെ വിശ്വസിക്കുന്നു. മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ അവകാശികളാണ്. മക്കളായ നമ്മളിൽ അപ്പൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ മക്കളായി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഉടനെ ഒന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് അങ്ങ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന പോലെയാണ്. ഒരു സ്ഥലം വിറ്റ്, ഒരു വീടും സ്ഥലവും കൂടെ വിറ്റ് ഒരു 50 ലക്ഷം രൂപ കിട്ടിയാൽ 25 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ എന്നായും അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡിപ്പോസിറ്റിലും ഇട്ടേക്കും. 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് ഇട്ടേക്കും. എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും എടുക്കാൻ ഉദ്ദേശമില്ല, അവിടെ കിടന്നോട്ടെ. അപ്പം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതാ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുക. ഉടനെ എടുക്കാൻ ഉദ്ദേശമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്നേഹം കണ്ടോ? ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുക. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, അവിടെ എന്താ പറയുന്നത്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു, നമ്മളിലേക്ക് നിറയുന്നു. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുതിയതായി നമ്മളിൽ ഈ ആത്മാവ് കിട്ടാനില്ല. ആ ഒരു ചിന്തയോടെ, കാഴ്ചപ്പാടോടെ ദൈവമേ നിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ, എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു, നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുക ദൈവം തൻ്റെ ആത്മാവിനെ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് സ്വർഗത്തിലല്ല, ആകാശത്തിൻ്റെ അപ്പുറത്ത്, നീലാകാശത്തിൻ്റെ മുകളിൽ, അങ്ങ് അവിടെയല്ല. പാട്ട് പാടുമ്പോൾ പറന്ന് ഇറങ്ങുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. ആദ്യം തന്നെ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒരു പ്രാവല്ല. ഒരിക്കലായിട്ടേ പ്രാവിൻ്റെ രൂപത്തിൽ വന്നുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു തീയല്ല, ശിഷ്യന്മാരുടെ മേൽ ഒരിക്കലായിട്ടേ തീയുടെ രൂപത്തിൽ വന്നിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് വെള്ളമല്ല, പരിശുദ്ധാത്മാവ് കാറ്റല്ല,
പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇത് 25 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നൊരു കാര്യമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് നമ്മൾ കാണരുത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഏതാണ് ഈ വ്യക്തി? ദൈവം തന്നെ. തൃത്വത്തിലെ മൂന്നാമനാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിൻ്റെ അകത്ത് ദൈവം വസിക്കുന്നുണ്ട്. പ്രിയ സഹോദര, ദൈവം നിൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ ആശീർവാദങ്ങളൊക്കെ വൈദികർ ആശീർവദിക്കുമ്പോൾ ഇങ്ങനെ പറയാറില്ലേ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സഹവാസം, ഈ സഹവാസിക്കണം നമ്മൾ. ഈ സഹവാസത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുന്നത്. പരിശുദ്ധാത്മാവുമായി കൂടെ വസിക്കുക, കൂട്ടവസിക്കുക, ഒന്നിച്ച് വസിക്കുക, സഹവസിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ, നമ്മോട് കൂടെ, എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കാൻ ആണ് ദൈവാത്മാവായി വന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ കാണാൻ നമ്മൾ പള്ളിയിലോട്ട് പോകണം. പള്ളിയിൽ ചെന്നാൽ അവിടെ ആരാധനയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്ക് കാണാൻ പറ്റും. അരമണിക്കൂർ ഇരുന്നാൽ അരമണിക്കൂർ നേരം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിങ്ങ് പോരുകയാണ്. എന്നാൽ ആത്മാവായ ദൈവം, ആത്മാവായി വരുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. അവൻ എപ്പോഴും നമ്മുടെ കൂടെ. അപ്പോൾ എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആത്മാവായി വന്നത്. ഒരു വ്യക്തിയായി വന്നാൽ ഒരിക്കലും നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുകയില്ല. അപ്പത്തിൻ്റെ രൂപത്തിൽ വന്നാൽ എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് കൂടെ ഇരിക്കണമെങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. എന്നാൽ പരിശുദ്ധാത്മാവ്, പ്രിയ സഹോദരങ്ങളെ, അവൻ നമ്മോട് കൂടെ, നമ്മുടെ അകത്ത് അവൻ വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവൻ ആത്മാവായതുകൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ, മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, പള്ളിയിലോട്ട് പോകുമ്പോൾ, ജോലി സ്ഥലത്ത്, നമ്മുടെ കൃഷി സ്ഥലത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയെല്ലാം വ്യാപരിക്കുന്നു, എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, അവിടെയെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ദൈവം ആത്മാവായി ഇതാ നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരിച്ചറിവ്, ഈ ബോധ്യം, ഈ ഫെയ്ത്ത് കിട്ടുന്ന വ്യക്തികൾക്ക് നിരാശയില്ല, ഏകാന്തതയില്ല. ഏകാന്തത അങ്ങനെയുള്ളവരെ വിട്ടു പോകും. ഈ ശബ്ദം കേൾക്കുന്ന അനേകം മാതാപിതാക്കന്മാർ, പല കുടുംബങ്ങളിൽ 2 മക്കളെ 3 മക്കളേ ഉള്ളൂ. ആ മക്കൾ തന്നെ ഇപ്പോൾ നാട്ടിലില്ല, വിദേശത്താണ്. പലരും പല രാജ്യത്ത്. പ്രായം ചെന്ന അപ്പനും അമ്മയും വീട്ടിൽ. അവരിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ജീവിത പങ്കാളി ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുകയാണ്. പലപ്പോഴും നിരാശകളും ദുഃഖങ്ങളും ഏകാന്തതയിലുമാണ് അവർ കഴിയുന്നത്, ഒറ്റപ്പെട്ട അവസ്ഥയിൽ. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഏകാന്തതയിലാണ് എന്ന് വിചാരിക്കുന്ന, നിരാശയിൽ കഴിയുന്ന വ്യക്തികൾ, നിങ്ങളുടെ നിരാശ വിട്ടുപോകും. നിങ്ങൾ ഏകാന്തതയിലല്ല, നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ല, നിങ്ങൾ ഏകാന്തനല്ല. പിന്നെയോ
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ദൈവം തന്നെ ആത്മാവായി, പരിശുദ്ധാത്മാവായി നിങ്ങളുടെ അകത്ത് വസിക്കുന്നു, നിങ്ങളുടെ കൂടെ വസിക്കുന്നു. പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലേ? വിശ്വാസത്തിൻ്റെ കണ്ണാൽ നമുക്കതിനെ കാണുവാൻ, അനുഭവിക്കുവാൻ സാധിക്കും. ഈ തിരിച്ചറിവ് കിട്ടുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ ഏകാന്തത വിട്ടുപോകും, പ്രത്യാശ കൊണ്ട് നിറയും, ആനന്ദം കൊണ്ട് നിറയും, ഉള്ളറ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയും, സന്തോഷം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഈ വലിയൊരു ബോധ്യത്തിൽ തുടർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, ഈ ശബ്ദം കേൾക്കുന്ന, ഇത് കാണുന്ന, കേൾക്കുന്ന എല്ലാ മക്കളെയും ഉള്ളറകളിൽ നിറഞ്ഞു കവിയണമേ. അവിടെ തെറ്റായ ചിന്താഗതികൾ മാറിപ്പോകട്ടെ, അശുദ്ധമായ ചിന്തകൾ മാറിപ്പോകട്ടെ, തെറ്റായ കാഴ്ചപ്പാടുകൾ മാറട്ടെ, വിശ്വാസത്തിൻ്റെ തരത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ അറിവ്, ഈ തിരിച്ചറിവ് വിശ്വാസത്തിൻ്റെ തലത്തിൽ ഓരോ വ്യക്തിയിലേക്കും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെടട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണ് ഓരോ മക്കളും തുറക്കപ്പെടട്ടെ. തൻ്റെ അകത്ത് വസിക്കുന്നവൻ്റെ വലുപ്പം മനസ്സിലാക്കുവാൻ, തൻ്റെ കൂടെ വസിക്കുന്ന, തൻ്റെ കൂടെ സഹവസിക്കുന്ന ആ ദൈവത്തിൻ്റെ, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ പ്രസൻസ് അനുഭവിക്കുവാൻ കർത്താവേ ഇപ്പോൾ തന്നെ നിന്റെ മഹത്വങ്ങളുടെ മേൽ ഒഴുകട്ടെ, നിറയട്ടെ. ബോധ്യങ്ങൾ കൊടുക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നീ ഇവരെ തുടരണമേ. ദൈവകൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ, പ്രകടമാകട്ടെ. എപ്പോഴും കൂടെ സഹവസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനകടനായ സ്തോത്രം. പ്രിയ പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. ആമേൻ. God bless you. God bless you. Praise the Lord. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.